സൗഭാഗ്യത്തിന്റെ പ്രതീകങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളല്ലേ? മാതൃകാ വനിതാ സ്റ്റേഷനിലെ SP ഗീതാ വർമ്മയും സംഘവും വെള്ളിമൂങ്ങയുമായി വന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ലൈവ് കാഴ്ചകളിലേക്ക്. തുറന്ന് കാണിക്കണം. വനിതകൾ പോലീസായി വന്നാൽ ഇവിടെ അപ്പാടെ അങ്ങ് ക്ലീൻ ആക്കി കളയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? മൊത്തം കുട്ടിച്ചോറായി അല്ലേ? ചാനലിൽ പോയി മുഖം കാണിക്കുക, വെള്ളിമൂങ്ങ ഇതാ ഇപ്പൊ പറഞ്ഞെത്തുന്ന് പറയാ. നാണക്കേട്. വിത്തിൻ നോ ടൈം ആന്റണി പല്ലം കൊലക്കേസിലെ പ്രതിയെയും ബാങ്ക് കവർച്ച ചെയ്തവരെയും ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ വനിതാ പോലീസ് സ്റ്റേഷൻ ചരിത്രത്തിൽ നിന്ന് മാറ്റി കളഞ്ഞേക്കും. പറഞ്ഞേക്കാം. SP മിസ് ഗീതാ വർമ്മ, ഇക്കാര്യത്തിൽ എന്താണ് എനിക്ക് തരാനുള്ള എക്സ്പ്ലനേഷൻ? സർ, വെള്ളിമൂങ്ങ അപഹാസ്യമായൊരു നാടകമായിരുന്നു. പോലീസിന്റെ എല്ലാ ശ്രദ്ധയും വെള്ളിമൂങ്ങ നാടകത്തിലേക്ക് കൊണ്ടുവരുത്തി ആ സമയം നോക്കിയാണ് ഭീകരമായ ബാങ്ക് കൊള്ളയും മറ്റും നടത്തിയത്. ശോഭന മാം, can you please switch off your mobile phone? സോറി. എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാം. IG-യും കമ്മീഷണറും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ അതും ചോദിക്കാം. ഹലോ. താങ്ക് യു സർ. ആരാ? മെമ്പർ ശ്രീനേട്ടനാ. ഹലോ. സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ. മണികണ്ഠ, നീ പറ സത്യം. സത്യമായിട്ടും പറന്നു നടക്കുന്ന വെള്ളിമൂങ്ങയെ കൊണ്ടുവരാനാണ് ഞങ്ങളെ പറഞ്ഞയച്ചെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പട്ടിക്കാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. എത്ര പാടുപെട്ടെന്നോ ഒരു മൂശാരിയെ കണ്ടുപിടിക്കാൻ. പിന്നെ വെള്ളി വാങ്ങിക്കൊണ്ടുവന്നു, വെള്ളിമൂങ്ങ ഉണ്ടാക്കി. സത്യമായിട്ട് പുറത്തു മാത്രമേ വെള്ളി ഉള്ളൂ, ഉള്ളിൽ ഓടാ. അതെ, പറഞ്ഞ സത്യം. വേണമെങ്കിൽ വെള്ളിമൂങ്ങ പൊട്ടിച്ചു നോക്കിയോ. അന്നത്തെ വെള്ളിമൂങ്ങ പ്രദർശനത്തിന്റെ അന്ന് പമ്പ് കവലയിൽ ബാങ്ക് കൊള്ള നടന്നത് അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ബാങ്കുള്ള ഞങ്ങളുമായി ഒരു ബന്ധമില്ല അല്ലേടാ? ഞങ്ങൾ നിരപരാധികളാ, ഞങ്ങളെ വെറുതെ വിട്ടൂടെ? എന്തിനാ വെറുതെ ഞങ്ങൾ ഇങ്ങനെ? നിങ്ങളെ വെള്ളിമൂങ്ങ കേസിന് വേണ്ടി ഉപയോഗിച്ച ഒരാൾ, അയാളുടെ പേര്, ആ പേര് മാത്രം പറഞ്ഞാ മതി. രണ്ടുപേരുണ്ടായിരുന്നു, അതിലൊരാളുടെ പേര് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ പറയാം. പറയൂ. സ്വാമി. ഹലോ. ഹലോ. ആരാ? പട്ടാമ്പി അംബുജാക്ഷിയുടെ വീട് ഇത് തന്നെയല്ലേ? വീട് ഇതായിരുന്നു, ഇപ്പൊ അല്ല. എന്താ അംബുജാക്ഷി നാടകം കളി നിർത്തിയോ? നാടകം നിർത്തി, ഇപ്പൊ അവള് പുതിയ അഭിനയം തുടങ്ങി. അപ്പൊ ഇന്ന് കളിക്ക് പോയിരിക്കുകയാണോ? അങ്ങനെ ചോദിച്ചാ എന്റെ പൊന്നി ഏട്ടാ, ഈ നെഞ്ചുവീരുണ്ടെന്നേ ഉള്ളൂ. ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്ന് വ്യക്തമായി പറഞ്ഞുകൂട്, വല്ല നടക്കണമെങ്കിൽ. നമുക്ക് തിരിച്ചു പോയാലോ? ഈ ചക്രം മനസ്സിലായി അല്ല, സെന്റിമെന്റലായത്. പട്ടാമ്പി അമ്പുജാക്ഷി ഇപ്പൊ ഐഷയാ. മതം മാറി ഉമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജിയുടെ 4ാമത്തെ ഭാര്യയായി. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? വേറെന്തിനും അല്ലെങ്കിലും ഞങ്ങൾക്ക് ഐഷനെ കണ്ടേ പറ്റൂ. അവരുടെ സമുദായക്കാരല്ലാതെ മറ്റാരെയും ആ പഠിപ്പന കേട്ടില്ല. അങ്ങനെയാണ് ഞാൻ പോയാലോ? ഉമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി ആരാ മോൻ? ആരുടെയൊക്കെയാ മകൻ? സാർ, എന്നാ നമുക്ക് അന്വേഷണം ആ വഴി തിരിച്ചു വിട്ടാലോ? ഏത് വഴി? ആ മുഹമ്മദ് ഹാജി ആരുടെയൊക്കെയാ മോനെന്നുള്ളതിനെ. വെരി ഗുഡ്, വെരി ഗുഡ്. നീ അകത്തേക്ക് ഫോളോ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുഹമ്മദ് ഹാജി ഒന്ന് കാണണം. അതെ, ഞങ്ങൾക്ക് മുഹമ്മദ് ഹാജിനെ കാണണം. പഞ്ചവർണ്ണ പൂങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി, നിങ്ങൾ നിർത്ത. എത്ര നേരിട്ട് എന്ത് ഹാജിയെ കാണാത്തെ? ആ കൊപ്രക്കാരൻ പറഞ്ഞു കാണത്തില്ല. ഹാജിയാരിനി ഹജ്ജിന് വല്ലതും പോയി കാണൂ. ആ, അതായിരിക്കും.
പോവായിരിക്കും, ഹജ്ജിന് പോവായിരിക്കും. ഹജ്ജ് ഇനി പറഞ്ഞോളി. ഇതേതാ? നമ്മളാണ് ഹാജി മുഹമ്മദ് ഹാജി, കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി. പടച്ചോലേ, നിങ്ങളാണോ പുറത്ത് കാക്കനെ ആട്ടിക്കൊണ്ടിരുന്ന കാക്ക? ആ കാക്കയാണോ ഈ കാക്ക? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറയും. പറയാ ഹാജിയാരെ, പട്ടാമ്പി നേർച്ച വരാൻ പോണെയാണല്ല. നേർച്ച കൂടാനായിട്ട് പള്ളി പരിസരത്ത് വന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ ഹാജിയാര് നാലാമത്തെ ബീവി മതം മാറി വന്ന പുള്ളയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങള് പിന്നാമ്പുറത്തൂടെ. എന്തിന് പിന്നാമ്പുറത്തോടാക്കണം? മുന്നാമ്പുറത്തോട് തന്നെ ആയിട്ട് പോയിക്കോളി. ഓളിപ്പം മുടിയില് പോയക്കണ സമയ. മുടിയില് അച്ഛല്ലേ ഓര് പോയിക്കോട്ടെ. എന്താ തിരക്ക്? നമുക്കൊരു വർത്താനം പറഞ്ഞിരുന്നോടെ. എന്താ പേര്? ഓള് പോയിക്കേ. എന്റെ പേരറിയണ്ടേ? എന്താ പേര്? ഷക്കീല. ഹാജിയാര് പോലും ഹാജിയാര്. അല്ല സെക്കീലേ. സെക്കീല് കൂടി ആവുമ്പോ 5 ഒതുങ്ങോ? നിങ്ങൾ എല്ലാവരെയും മുമ്പ് എവിടെയോ ഞാൻ കണ്ടതുപോലെ. കണ്ടിട്ടുണ്ടാവും. അയ്യോ, പൂജ സാറ്, മൈമുണ്ണി, ഗോവിന്ദൻകുട്ടി, ഇടിയൻ ജോർജ് സാർ. ഇല്ല സാറേ, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണ്ടു. ആ സ്വാമി എവിടെ? പെട്ടെന്ന് പറ. സ്വാമിയാ? സ്വാമി ഇപ്പൊ മൈസൂർ തോട്ടത്തിലുണ്ടാവും മാഡം. ഒന്ന് തെളിയിച്ച് പറയടി. ഓറഞ്ച് തോട്ടത്തിനുള്ളിൽ ഒരു കഞ്ചാവ് തോട്ടമുണ്ട്. സ്വാമി അവിടെ കാണും. ഇപ്പൊ ഏതവളാടി സ്വാമിയുടെ കൂടെ? ഇപ്പൊ ആരാന്ന് എനിക്കറിയില്ല സാറേ. സ്വാമിജി എവിടുന്ന് വന്നു, എവിടേക്ക് പോയി, ഇതൊന്നും മണിക്കറിയില്ല. സ്വാമിയുടെ ആശ്രമത്തിൽ പണത്തിന് വേണ്ടി വിഡ്ഢിവേഷം കിട്ടി. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഈ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇതിപ്പോ സിനിമയെ കാണുന്ന പോലെ ആയി. എന്ത്? അല്ല, ഞങ്ങൾ ഈ പോലീസിനെ സഹായിക്കുന്നതേ. കേസ് തെളിയിക്കാൻ പോലീസ് പല വിദ്യകളും പ്രയോഗിക്കും. അപ്പൊ എനിക്ക് ഈ വണ്ടിയിലോട്ട് കയറാമല്ലോ അല്ലേ? താങ്ക്സ്. ഈ റിസോർട്ട് എന്റെയും നിന്റെയും പേരിലും മാത്രമായിരിക്കും. അതിൽ കായലിന് മുകളിലുള്ള ഈ വില്ലയിലാണ് നമ്മൾ ഹോളിഡേ ആഘോഷിക്കുന്നത്. നമ്മളുടേതു മാത്രമായ ലോകത്ത്. പിന്നെ വരാൻ പോകുന്ന എക്സിബിഷൻ പല ബിഗ് ഷോട്ടുകൾ എത്താമെന്ന് സംബന്ധിച്ച് ഇങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രോഷർ കൂടി വന്നാൽ ആളുകളുടെ എൻട്രി കൂടും. അതിന് തന്റെ ഹെൽപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എനിക്ക് വേണം. പക്ക? മിണ്ടാതെ